ചേട്ടാ, നമ്മുടെ പ്രചരണമൊക്കെ അവസാനിച്ച് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും പ്രചരണത്തിന്റെ ഒരു ഗാനം ഇപ്പോഴും വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുക. അതായത് പോറ്റിയെ കേറ്റി എന്നുള്ള ഒരു പാട്ട്, അതായത് പ്രചരണ ഗാനമായിരുന്നു. അത് ഇപ്പോഴും വലിയ രീതിയിൽ വിവാദമായിക്കൊണ്ടിരിക്കുക. കാരണം അന്നൊന്നും ഈ പ്രചരണ സമയത്തൊന്നും ഇത് വലിയ രീതിയിൽ വിവാദമാകാതെ ഇപ്പൊ അതിന്റെ ട്രെൻഡ് വിടാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പം ഇത് ഒരു വിഭാഗം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇത് വിവാദമാക്കുന്നത് LDF നേതൃത്വമാണ്, അല്ലെങ്കിൽ LDF നേതൃത്വമാണ് ഇപ്പൊ ഇത് വിവാദമാക്കുന്നത്. അതായത് പാട്ട് എഴുതിയ ആരാണ്, പാടിയത് ആരാണ് എന്നൊക്കെ നോക്കിയിട്ട് അനാവശ്യമായിട്ട് വിവാദം ഉണ്ടാക്കുന്നു എന്നാണ് ഇപ്പൊ പറഞ്ഞു വരുത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. കാരണം ഞാൻ ഒരു കാര്യം പറയാം, നേരത്തെ ഒരു വട്ടം ഈ ഒരു ചന്ദനത്തിരിയുടെ പരസ്യം കുറച്ചു നാൾ മുന്നേ, ഒരു 2 വർഷം മുന്നേ ചന്ദനത്തിരിയുടെ ഒരു പരസ്യം ഇറങ്ങിയ സമയത്ത് അതിലൊരു ക്യാപ്ഷൻ ഉണ്ടായിരുന്നു. ആ അഡ്വർടൈസ്മെന്റിന് ഒരു ക്യാപ്ഷൻ ഉണ്ടായിരുന്നു. അതായത് അത് ശബരിമല ആചാരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്യാപ്ഷൻ. ഞാൻ ഒന്നും പേര് പറയുന്നില്ല. വളരെ പ്രശസ്തമായ ഒരു ചന്ദനത്തിരി. അതിന്റെ ക്യാപ്ഷനിൽ ശബരിമലയുമായിട്ടുള്ള ആചാരവുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെ ശബരിമലയിലെ ആ ഒരു ചെറിയ രീതികളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്യാപ്ഷൻ ആയതുകൊണ്ട് അതിനെതിരെ കേസ് പോയി. എന്നിട്ട് ആ പരസ്യത്തിൽ നിന്ന് ആ ഒരു ഭാഗം ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞു. അത് വോയിസ് ആയിട്ടായിരുന്നു വരുന്നത്. ആ വോയിസ് അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പൊ ഇപ്പൊ ഈ പറയുന്ന ഒരു പാട്ടിൽ നിന്ന് മ്യൂസിക് എടുത്തതിന് എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നവരോട് അന്ന് അത് വിഷയമായിരുന്നു. അത് മാറ്റേണ്ടി വന്നു. ആ പരസ്യം റിമൂവ് ചെയ്ത് കളയേണ്ട ആ ഒരു ഭാഗം കട്ട് ചെയ്തിട്ടാണ് പിന്നീട് ആ പരസ്യം പോയത്. ഇപ്പോഴും പരസ്യമുണ്ട്, പക്ഷെ ആ ഒരു ടാഗ് ലൈൻ അല്ലെങ്കിൽ ആ ഒരു ക്യാപ്ഷൻ അതിനകത്ത് ഇല്ല. അപ്പം ഇത് മനഃപൂർവ്വം ഉണ്ടാക്കി വെക്കുന്ന പ്രശ്നമാണോ, അല്ലെങ്കിൽ ഇത് പ്രതികരിക്കേണ്ട വിഷയമല്ലേ? അതായത് ഇത് ആരെങ്കിലും പ്രത്യേകമായിട്ട് കെട്ടിച്ചമച്ചു കൊണ്ടുവരുന്നതാണെന്ന് പറയുന്നത് ചേട്ടൻ വിശ്വസിക്കുന്നുണ്ടോ? ഇതിനകത്ത് ശരിക്കും ഈ പാട്ട് കേട്ടപ്പോൾ അത് തുടക്കം മുതൽ തന്നെ ഈ വീരമണി എന്ന് പറയുന്ന ഒരാളാണ് ഇതിന്റെ ഈ സ്വാമി അയ്യപ്പോ എന്ന ശരണമന്ത്രത്തിന്റെ പവിത്രതയോട് കൂടി കാണുന്ന ഒരു പാട്ട് തന്നെയാണ് ഈ സ്വാമി അയ്യപ്പോ. നെയ്യഭിഷേകം സ്വാമിക്ക്, പാലഭിഷേകം സ്വാമിക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വരികളാണ് അതിനകത്ത് വരുന്നത്. നിറഞ്ഞു നിൽക്കുന്ന വരികൾ, ആ ട്യൂണും അതിന്റെ ആ വരികളും എല്ലാം കൂടെ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിൽ വേണം എപ്പോഴും ഉച്ചരിക്കപ്പെടേണ്ടത്, പാടപ്പെടേണ്ടത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. PG കുഞ്ഞബ്ദുള്ള എന്ന് പറയുന്ന ചാലപ്പുറം സ്വദേശിയായ, നാദാപുരം ചാലപ്പുറം സ്വദേശിയായ ഒരാളാണ് ഖത്തറിൽ ഇരുന്നുകൊണ്ടാണ് ഈ പാട്ട് എഴുതുന്നത്. കാര്യം ഇങ്ങനെ ഒരു പാരഡി പാട്ട് വേണം എന്നുള്ളത് ഈ പറയുന്നുണ്ട്. ഇപ്പൊ അത് വിവാദത്തിലേക്ക് എത്താനുള്ള കാര്യം ഇതിനെ പൊളിറ്റിക്കലായിട്ട് യൂസ് ചെയ്തു എന്നുള്ളത്, രാഷ്ട്രീയമായി ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇതിനകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ അവിടെ നടന്ന ഒരു അഴിമതി, ഇപ്പോൾ അവിടെ നമുക്കറിയാം ഇതുവരെ അന്വേഷണത്തിൽ 2 പേര് പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. പത്മകുമാറും അതോടൊപ്പം തന്നെ N വാസു, ഇവർ 2 പേരും CPM-കാരാണ്. അപ്പൊ 2 CPM-കാർ ഇതിനകത്ത് പ്രതി ചേർക്കപ്പെട്ടത് കൊണ്ടും ഇതിനകത്ത് CPM ബന്ധമുള്ള പലരും ഇതിനകത്ത് പിടിയിലാകും എന്നുള്ളത് കൊണ്ടും ഈ പാട്ടിനെ വക്രീകരിച്ചുകൊണ്ട് ആ പാട്ടിന്റെ ഒരു പവിത്രത നഷ്ടപ്പെടുന്ന രീതിയിൽ അവതരിപ്പിക്കുകയാണ് ശരിക്കും ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നമ്മൾ ചിന്തിക്കാറുണ്ട്, എന്നാൽ നേരത്തെയൊക്കെ ഇത്തരത്തിലുള്ള പാട്ടുകൾ ഉണ്ടായിട്ടില്ലേ? അതായത് കലാഭവൻ മണി നാദിർഷ ടീമിന്റെ ഒരു പാട്ടുണ്ടായിരുന്നു, മന്ത്രിയെ പയ്യപ്പോ മന്ത്രിയെ എന്നും പറയേണ്ട ഒരു പാട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊരു രാഷ്ട്രീയം എന്നതിനപ്പുറത്ത് നിന്നുകൊണ്ട് നമ്മൾ പരിശോധിക്കാം. അന്ന് K. കരുണാകരന്റെ ഒരു പ്രശ്നം, K. കരുണാകരൻ സ്പീഡിന്റെ ആളാണ്. K. കരുണാകരൻ അതിവേഗതയിലാണ് വാഹനം ഓടിക്കാൻ ഡ്രൈവറോട് പറയുന്നത്. അപ്പം അത്ര വേഗത്തിൽ അദ്ദേഹത്തിന് യാത്ര ചെയ്യേണ്ടതുള്ളതുകൊണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ K. കരുണാകരനെ കളിയാക്കിക്കൊണ്ട് അന്ന് കലാഭവനിലുണ്ടായിരുന്ന കലാഭവൻ മണിയും കലാഭവൻ നാദിർഷയും ഒക്കെ കൂടെ ചേർന്നുകൊണ്ട് ഇങ്ങനെ ഒരു പാരഡി ഗാനം ഉണ്ടാക്കി. അത് മന്ത്രിയെ പയ്യപ്പോ എന്ന് പറഞ്ഞിട്ടൊരു സോങ് ആയിരുന്നു. അത് ചർച്ച ഇപ്പൊ പുതുതായിട്ട് ഇപ്പൊ UDF അത് കുത്തിപ്പൊക്കിയിട്ട് ഇപ്പൊ ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം കൂടി പണ്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്താണ് എന്ന് പറഞ്ഞാൽ, അന്ന് ഈ ഒരു പാട്ട് ഉപയോഗിച്ചിരുന്നെങ്കിൽ തന്നെയും ഒരു പൊളിറ്റിക്കൽ നേട്ടത്തിന് വേണ്ടി ആ പാട്ടിനെ ഉപയോഗിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അത് സ്റ്റേജ് സ്റ്റോകൾ ഒരു കാലത്തൊക്കെ ഈ ഗൾഫ് പ്രോഗ്രാമിലൊക്കെ ഏറ്റവും കൂടുതൽ പൊളിറ്റീഷ്യന്മാരെ ആയിരുന്നു. അത് നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ട്, കാരണം അതിന് അവിടെ മാത്രമേ വാല്യൂ. പക്ഷെ ഇതിനെ വന്നിട്ട് ഇപ്പൊ പുറത്തോട്ട് കൊണ്ടുവന്നേക്കുന്നത് ഇതിനെ വലിയ പൊളിറ്റിക്കൽ ആസ്പെക്റ്റിലോട്ട് കൊണ്ടുപോയി അതിനെ അനാവശ്യമായ ചർച്ചയിലോട്ട് കൊണ്ടെത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവര് ശ്രമിച്ചിട്ടുള്ളത് അന്ന് വെറും തമാശ എന്നുള്ള നിലയിൽ മന്ത്രിയെ കളിയാക്കുക. ആ കളിയാക്കൽ എല്ലാ മന്ത്രിമാരും അക്കാലത്ത് ഇഷ്ടപ്പെട്ടു. ഉമ്മൻചാണ്ടിയെ വേദിയിൽ എത്തിക്കൊണ്ട് ഉമ്മൻചാണ്ടിയെ കോട്ടയം നസീർ എന്ന് പറയുന്ന കോട്ടയം നസീറും അതോടൊപ്പം മറ്റ് പല മിമിക്രി താരങ്ങളും അദ്ദേഹത്തെ കളിയാക്കിയിട്ടുണ്ട്. VS-നെ കളിയാക്കിയിട്ടുണ്ട്, നമുക്കറിയാം. പിണറായി വിജയനെ കളിയാക്കിയിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം ഒരു ഈ പറയുന്ന മിമിക്രി എന്ന് പറയുന്ന ഒരു കലാരൂപത്തിന്റെ ഭാഗമായി മാറി നിൽക്കുകയും, എന്നാൽ ഇത്
രാഷ്ട്രീയത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് എന്തിന് ഈ പാട്ട് ഉപയോഗിച്ചു എന്നുള്ളതിന്റെ ഒരു പ്രാധാന്യം കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. നേരത്തെയൊക്കെ തമാശയ്ക്ക് ഉപയോഗിച്ചത്, എന്തിനാണ് ഈ പാട്ട് ഇങ്ങനെ പോറ്റിയെ കേറ്റിയെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു രൂപത്തിൽ അത് അവതരിപ്പിച്ച എന്തിന്റെ വേണ്ടിയിട്ടാണ്? അത് തീർച്ചയായും നമ്മൾ പരിശോധിച്ചാൽ പൊളിറ്റിക്കൽ രാഷ്ട്രീയമായ നേട്ടമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും സമൂഹത്തിൽ ഒരു സ്പർദ്ധ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും സ്വാമി ഭക്തരായ അയ്യപ്പ ഭക്തരായ ഒരു വിഭാഗം ആളുകളെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അവരിലേക്ക് ഇതിങ്ങനെ തീർച്ചയായും ഇങ്ങനെ ഒരു മ്യൂസിക്കിലുള്ള പാട്ടുകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഭക്തര് ശ്രദ്ധിക്കുമ്പോൾ ഇത് ഇങ്ങനെ ഒരു കാര്യമാണ്. അപ്പൊ ജനങ്ങൾ കൂടുതൽ ഇതിലേക്ക് എത്തിച്ചേരുകയും CPM-നെതിരായി LDF-നെതിരായി ഒരു പൊതുവികാരം രൂപപ്പെടുന്നതിന് കാരണമായി തീരുകയും ചെയ്യും. അതിനുവേണ്ടി തന്നെയാണ് ഇങ്ങനെ ഒരു രൂപത്തിൽ ഈ പാട്ടിനെ അവതരിപ്പിച്ചത്. നമുക്കറിയാം ഇതൊരു ശരണമന്ത്രമായി ഉച്ചരിക്കപ്പെടുന്ന പാടപ്പെടുന്ന ഒരു ഗാനമാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും, ഇവിടുത്തെ ഒരു സാധാരണപ്പെട്ട എല്ലാ മലയാളികൾക്കും അറിയാം. എല്ലാ മലയാളികളും അതിന്റെ പവിത്രതയിൽ തന്നെയാണ് കാണുന്നത്. എന്നാൽ ഇതിനകത്ത് വേറെ ചില പ്രശ്നങ്ങളുള്ളതെന്ന് വെച്ചാൽ ഈ പോറ്റിയെ കേറ്റിയെ എന്ന് പറയുന്ന ഈ പാട്ട് പാടുമ്പോൾ ഈ പോറ്റിയെ ആരാണ് കൊണ്ടുവന്നത്? പോറ്റിയെ കയറ്റിയത് അവിടെ ശബരിമലയിലേക്ക് കൊണ്ടുവന്നത് കടകംപള്ളി സുരേന്ദ്രൻ അല്ല. കടകംപള്ളി സുരേന്ദ്രനോ പിണറായി വിജയനോ ആയിരുന്നില്ല പോറ്റിയെ ശബരിമലയിലേക്ക് കൊണ്ടുവന്നത്. പോറ്റിയെ ശരിക്കും കൊണ്ടുവന്നത് UDF-കാരുടെ കാലഘട്ടത്തിലാണ്. AK ആന്റണി രാജിവെച്ചിട്ട് അതിന് പകരം ഉമ്മൻചാണ്ടി കയറി ആ സമയത്താണ് പോറ്റി ആദ്യമായിട്ട് ശബരിമലയിലേക്ക് എത്തുന്നത്. അത് അവിടുത്തെ കീഴ്ശാന്തിയുടെ സഹായിയായിട്ട് എത്തുകയായിരുന്നു പോറ്റി ഉണ്ടായത്. അതിനു മുൻപ് തന്നെ ഈ കണ്ഠരര് രാജീവരുമായിട്ടൊരു ബന്ധമുണ്ടായിരുന്നു. അതായത് ഇപ്പൊ ഗോവർദ്ധന്റെ ജ്വല്ലറി ഷോപ്പ് ഉണ്ടല്ലോ കർണാടക ബെല്ലാരിയില്, ആ ജ്വല്ലറി ഷോപ്പ് ഉദ്ഘാടനം ചെയ്ത് കണ്ഠരര് രാജീവരാണ്. അവിടെയാണ് ഇവിടുത്തെ സ്വർണ്ണപ്പാളി എന്ന് പറയുന്ന സാധനം കൊണ്ടുപോയി വിറ്റു എന്ന് പറയപ്പെടുന്നത്. അവിടെ അതാണല്ലോ സ്വർണ്ണപ്പാളി കൊണ്ടുവന്ന് അവിടെ കൊടുത്തിരുന്നു, ഗോവർദ്ധന്റെ ജ്വല്ലറിയിൽ കൊടുത്തിരുന്നു. ആ ഗോവർദ്ധന്റെ ജ്വല്ലറി ഉദ്ഘാടനം ചെയ്ത് ഈ പറയുന്ന കണ്ഠരര് രാജീവരാണ്. എന്താണ് കണ്ഠരര് രാജീവർക്ക് ഗോവർദ്ധന്റെ ജ്വല്ലറി ആയിട്ടുള്ള ബന്ധം? അങ്ങനെ ഉദ്ഘാടനത്തിന് ശബരിമലയിലെ തന്ത്രി പോകേണ്ട ആവശ്യം എന്തായിരുന്നു? അവിടെയുള്ള ഒരു ക്ഷേത്രത്തിലെ ഒരു അയ്യപ്പ ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്ന ഈ പറയുന്ന ഈ എന്താ ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെയാണ് ശബരിമലയിലേക്ക് കൊണ്ടുവരുന്നത്? അപ്പൊ ശബരിമലയിൽ അക്ഷരാർത്ഥത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കയറ്റാൻ അല്ലെങ്കിൽ ഇങ്ങനെ പോറ്റിയെ കയറ്റിയത് ഈ CPM അല്ല എന്നും LDF അല്ല എന്നും ജനങ്ങൾ മനസ്സിലാക്കണം. അവിടെ കൊണ്ടുവന്നത് ഈ UDF ഭരിക്കുന്ന കാലഘട്ടത്തിലാണ്. UDF ഭരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ആരായിരിക്കും സ്വാഭാവികമായിട്ടും അവിടുത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉണ്ടാവുക? സ്വാഭാവികമായും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കോൺഗ്രസിന്റെ പ്രതിനിധി തന്നെ ആയിരിക്കും. അതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ എല്ലാവരും തന്നെ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനത്തിൽ നിന്നുള്ളവരായിരിക്കും. അതായത് ഒരു വലതുപക്ഷ സംഘടനയിൽ ഉദ്യോഗസ്ഥ സംഘടനയിൽ നിന്നുള്ള ആൾക്കാർ തന്നെയായിരിക്കും അവിടെ ഉദ്യോഗസ്ഥരായിട്ടുണ്ടാവുക. അപ്പൊ സ്വാഭാവികമായും അവിടെ UDF പിടിമുറുക്കിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടേക്ക് എത്തുന്നത്. പിന്നീടാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പതിയെ താൻ ഇവിടുത്തെ ഒരു വലിയ കക്ഷിയാണ് എന്നുള്ള തരത്തിലേക്ക് മാറ്റപ്പെടുകയും എനിക്ക് 98 മറ്റോ ആണെന്ന് തോന്നി ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അപ്പം ഇങ്ങനെ പതുക്കെ അവിടുത്തെ പിടിമുറുക്കുന്നു, സ്പോൺസറെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അവിടുത്തെ അന്നദാനം ഇതിനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടേക്ക് സ്പോൺസർമാരെ കൊണ്ടുവരുന്നു. സ്പോൺസർമാരെ കൊണ്ടുവന്നിട്ട് പിന്നെ അവിടുത്തെ ഒരു പ്രധാന സ്പോൺസറായി മാറുകയും അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളായി മാറുകയും ചെയ്യുകയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്തത്. ഈ പറയുന്ന ആ കാലഘട്ടത്തിൽ തന്നെയാണ് VS ശിവകുമാർ ദേവസ്വം ബോർഡ് ഭരിക്കുന്ന കാലഘട്ടത്തിലാണ് വിവാദമായ ഇത് അഴിമതി ഉണ്ടാകുന്നത്, പാത്ര കച്ചവടം. എനിക്ക് തോന്നുന്നത് അപ്പൊ ഇവർ ഈ ഒരു കാര്യം ഇപ്പൊ ഇവരിങ്ങനെ ഡയറക്റ്റ് ആയിട്ടല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടായാലും ഇത് LDF-ലോട്ടാണല്ലോ കൊണ്ടെത്തിക്കുന്നത്. അവര് വിവാദം ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് ഈ UDF-ന്റെ ഒരു തന്ത്രമായിരിക്കും. മേ ബി ഇപ്പം ഈ ജനങ്ങൾക്കുള്ളിലോട്ട് ഇഞ്ചക്ട് ചെയ്യുക, ഈ ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കുക. കാരണം ഇത് LDF ഇത് ചെയ്തു, അല്ലെങ്കിൽ പിണറായി വിജയൻ അല്ലെങ്കിൽ നമ്മുടെ സർക്കാരിന്റെ സഹായത്തോടെ സ്വർണ്ണപ്പാളി അടിച്ചു മാറ്റി കൊണ്ടുപോയി, ഇതിങ്ങനെ ഉള്ളിൽ വീണ്ടും ജനങ്ങളുടെ ചർച്ച ചെയ്യപ്പെടണം. കാരണം 5 മാസം കൂടെ കടന്ന അടുത്ത നിയമസഭാ ഇലക്ഷൻ വരികയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എറിഞ്ഞിടുക. കാരണം ഇപ്പൊ ഇരിക്കുവാണല്ലോ കയ്യിൽ, ഈ ഒരു പാട്ട് കയ്യിൽ ഇരിപ്പുണ്ടല്ലോ. അപ്പൊ അതിനെ ഒന്നുകൂടെ പൊലിപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പൊ അത് നമുക്ക് കണ്ടുകൂടായില്ല. അങ്ങനെ ഒരു ആസ്പെക്റ്റിലൂടെ നമുക്ക് അതിനെ നോക്കിക്കാണാതിരിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ യാഥാർത്ഥ്യം മറ്റൊന്നാണെന്നിരിക്കലും. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയുമായി ബന്ധപ്പെടുത്തുന്നതും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കണ്ട ഉദ്യോഗസ്ഥരുമായി ബന്ധം സ്ഥാപിക്കുന്നതിനും അവിടെ കയറി ഇറങ്ങി നിരങ്ങാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുത്തത് ഈ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ UDF-ന്റെ ഭരണകാലഘട്ടത്തിലെ ദേവസ്വം ബോർഡ് ആൾക്കാരും ഒക്കെ തന്നെയാണ്. എന്നിട്ട് ഇത് CPM-ന്റെ തലയിൽ കൊണ്ട് ചാരി വെക്കുക. കാരണം എന്താണെന്ന് ചോദിച്ചാൽ CPM മറ്റൊരു കാര്യവും UDF-ന് പറയാനില്ല എന്നുള്ളതാണ് വാസ്തവം. UDF-നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം സർക്കാരിനെതിരെ എന്ത് തരത്തിലുള്ള വാദമാണ് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുക? ഒന്നുമില്ല. ഉയർത്തിക്കൊണ്ടുവന്ന വാദങ്ങളെല്ലാം വെറുതെ ബലൂണുകൾ പോലെ അല്ലെ നീർക്കുമിളുകൾ പോലെ പൊട്ടിപ്പോകുന്ന ഒരു സാഹചര്യമല്ലേ ഉണ്ടായത്. ഇപ്പം ഏത് അഴിമതി കേസാണ് സർക്കാരിനെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന് ഫലപ്രാപ്തിയിൽ എത്തിക്കാൻ UDF-ന് കഴിഞ്ഞത്?
അതോടൊപ്പം തന്നെ ഇപ്പൊ തുരങ്കപാത നിർമ്മാണത്തിൽ അപാകതയില്ല, അത് നടത്തിക്കൊണ്ട് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഇതായല്ലോ വയനാട് തുരങ്കപാത. അപ്പൊ സംസ്ഥാന സർക്കാർ ഇച്ഛാശക്തിയോട് കൂടി ഓരോ പ്രവർത്തനങ്ങളും ഏറ്റെടുത്തുകൊണ്ട് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. അപ്പൊ അതിനെല്ലാം തുരങ്കം വെക്കുന്ന തരത്തിലേക്ക് UDF മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പം അങ്ങനെ തുരങ്കം വെക്കാൻ പോകുമ്പോൾ ഇവർക്ക് വസ്തുനിഷ്ഠമായ ഒരു കാര്യം സർക്കാരിനെതിരായി ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്നില്ല. ഇത് നിൽക്കും, ഇത് അടുത്ത തെരഞ്ഞെടുപ്പ് വരെ നിൽക്കും എന്ന് പറയുന്ന തരത്തിലേക്കുള്ള ഒരു കാര്യം വളർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പരാജയം. കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഏറ്റവും ദുർബലമായ, ഏറ്റവും കഴിവുകെട്ട ഒരു പ്രതിപക്ഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈ കഴിഞ്ഞ 5 വർഷമാണ് എന്ന് നിസ്സംശയം എന്നൊക്കെ പറയേണ്ടി വരും. സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ജനോപകാരപ്രദമായ ഒരു പദ്ധതികളിൽ പോലും ഈ പറയുന്ന പ്രതിപക്ഷത്തിന്റെ കയ്യൊപ്പില്ല. ഇനി അതല്ല, സർക്കാരിന് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട ഏതെങ്കിലും ഒരു കാര്യത്തിന് പോലും പിന്നെ ഈ UDFന്റെ ഇടങ്കോലിടാനേ ശ്രമിക്കുകയുള്ളൂ. അല്ലാതെ കേരളം അവരുടെ കൂടി സംസ്ഥാനമാണ് എന്നുള്ള ചിന്തയിലല്ല ഈ പ്രതിപക്ഷം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ജനങ്ങളൊക്കെ മറ്റേതോ പിന്നെ എന്താ അന്യഗ്രഹ ജീവികളാണ്. അവർക്ക് പ്രതിപക്ഷത്തിരിക്കുന്നത് പ്രതിഷേധിക്കാൻ വേണ്ടി മാത്രമാണെന്നുള്ള ആ ഒരു ചിന്തയാണ് ശരിക്കും പ്രതിപക്ഷത്തിനുള്ളത്. ഇപ്പൊ തന്നെ ഈ പോറ്റിയെ കയറ്റി എന്ന് പറയുന്നുള്ള സമരം അവരവിടെ കൊണ്ടുവന്ന് ഇവിടുത്തെ MP-മാരെല്ലാം കൂടെ 18 പേര് അവിടെ ഡൽഹി പോയി നിന്നിട്ട് പാടേണ്ട ആവശ്യം എന്തായിരുന്നു? അവിടെ എന്തായിരുന്നു? ഈ പറയുന്ന കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണമെന്ന് പറയുന്നു. ഇതേ കേന്ദ്ര ഏജൻസി അന്വേഷിച്ച നാഷണൽ ഹെറാൾഡ് കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്താണ് അവരുടെ നിലപാട്? പിന്നെ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും മല്ലികാർജുൻ ഖാർഗെയും മണിക്കൂറുകളോളം ചോദ്യം ചെയ്തപ്പോൾ ആ സമയത്തൊക്കെ കേന്ദ്ര ഏജൻസി എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റത്തെ രാഷ്ട്രീയ ടൂളാണ്, പൊളിറ്റിക്കലി മോട്ടിവേറ്റ് ചെയ്യപ്പെട്ട ഒരു ടൂളാണ്. അതായത് ബി ജെ പിക്കാർ അല്ലെങ്കിൽ BJP സർക്കാർ അവരുടെ കയ്യിലിരിക്കുന്ന കേന്ദ്ര ഏജൻസിയെ കൊണ്ടുവന്ന് കോൺഗ്രസ്സുകാരെയും മറ്റ് കോൺഗ്രസിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഈ ഇന്ത്യ മുന്നണിയിലുള്ളവരെയും പീഡിപ്പിക്കുന്നതിനും അവരെ ഉപദ്രവിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം. എന്നാൽ അപ്പുറത്തേക്ക് കേന്ദ്ര ഏജൻസിക്ക് വലിയ പ്രാധാന്യം അവർ കൊടുക്കുന്നില്ല, അല്ലെ? അങ്ങനെയുള്ള ഇപ്പം പിന്നെ ഈ പറഞ്ഞ KC വേണുഗോപാലടക്കം മലക്കം പറഞ്ഞിരിക്കുകയാണ്. അത് പിന്നെ അങ്ങനെ വന്നത് നല്ല തീരുമാനമാണ്, കോടതിയെ അപ്രിഷിയേറ്റ് ചെയ്യുന്നു എന്നുള്ള നിലയിലാണ് വന്നിരിക്കുന്നത്. അപ്പം തങ്ങൾക്കെതിരെ വരുമ്പോൾ പിന്നെ EDയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഈ പറയുന്ന കസ്റ്റംസും എല്ലാം നമ്മൾക്കെതിരെയാണെന്നുണ്ടെങ്കിൽ അവര് അതൊക്കെ രാഷ്ട്രീയ പ്രേരിതം, CPM-നെതിരെയാണെങ്കിൽ അതൊക്കെ നല്ലത്. ഈ പറയുന്ന അത് ഈ ED അടക്കമുള്ളവർ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഡൽഹിയിൽ പോയി സമരം ചെയ്തവരാണ് നമ്മുടെ ഇവിടുത്തെ UDF MP-മാർ. ഇവര് അല്ലാതെ വയനാടിന് വേണ്ടിയിട്ട് ഫണ്ട് സമാഹരിക്കാൻ വേണ്ടിയിട്ട് അവർ സമരം ചെയ്ത് നമ്മൾ കണ്ടിരുന്നോ? ഇല്ല. കേരളത്തിന് വേണ്ടിയിട്ട് കിട്ടേണ്ട ഫണ്ട് വിഹിതം കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവിടെ സമരം ചെയ്തിരുന്നോ? ഇല്ല. നികുതി വിഹിതം കിട്ടുന്നതിന് വേണ്ടി സമരം ചെയ്തിരുന്നോ? ഇല്ല. ഈ തൊഴിലുറപ്പ് ഇപ്പോഴാണ്, അതായത് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷ MP-മാർ അവിടെ സമരം നയിച്ചു. അതിനെ പിൻപറ്റിക്കൊണ്ട് വീണ്ടും UDF MP-മാര് ഞങ്ങളും കൂടെ ചെയ്തിട്ടുണ്ടേ എന്ന് കാണിച്ചു തരാൻ വേണ്ടി ഒരു സമരം നയിച്ചു. അപ്പൊ അവിടെ ഇടതുപക്ഷ MP-മാർ സമരം ചെയ്തു. ആ ഇടതുപക്ഷ MP-മാരാണ് ആദ്യമായി സമരം ചെയ്യുന്നത്. മഹാത്മാഗാന്ധിയുടെ ചിത്രമൊക്കെ വെച്ചുകൊണ്ട് പ്ലക്കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരവിടെ സമരം ചെയ്തു. ആ സമയത്ത് അതിന് തൊട്ടു മുമ്പ് അവർ ചെയ്തുകൊണ്ടിരുന്നത് എന്താ? ഈ പോറ്റിയെ കയറ്റിയെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പോയി കിടന്ന് പാടി നാണം കിട്ട് നാറി നമ്മുടെ ഇവിടുത്തെ കേരളത്തിലെ കോൺഗ്രസ് MP-മാർ. അത് കഴിഞ്ഞ് ഇത് പിന്നെ ഇടതുപക്ഷ MP-മാരിലേക്ക് പോകുന്നു എന്ന് കണ്ടിട്ട് പിറ്റേ ദിവസം അവർ സമരപരിപാടി പ്ലാൻ ചെയ്തു. അതായത് ഇന്നലെ ആ ബില്ല് പാസ്സാക്കിയതിനെ തുടർന്ന് അവർ സമരം നടത്തി. ഇതാണ് പറയുന്നത്. ഇത് പിന്നെ UDF-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്തു തരാനില്ല നമ്മുടെ കേരളത്തിന് വേണ്ടിയിട്ട്. അവരൊന്നും ചെയ്തിട്ടില്ല. കേരളത്തിലുള്ളവരുടെ എന്തോ അന്യഗ്രഹ ജീവികളാണ് എന്നുള്ള തരത്തിലേക്ക് അത് കൊണ്ട് എത്തിക്കുകയാണ് ചെയ്തത്. അല്ലാതെ വേറെ ഇതിനകത്ത് കാര്യമായിട്ട് ഒന്നും UDF-ന് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അതിനതിൽ എനിക്ക് തോന്നിയൊരു വാസ്തവം. പിന്നെ ഇവർക്ക് ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം UDF ചെയ്തുകൊണ്ടിരുന്നത് എന്താ? ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടം തന്നെ നമ്മൾ പരിശോധിച്ചു, അല്ലെങ്കിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പോലും നമ്മളിങ്ങനെ പരിശോധിച്ച് നോക്കൂ, അല്ലെങ്കിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് മുഴുവൻ നമ്മൾ പരിശോധിച്ച് നോക്കൂ. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഇവർ ചെയ്തുകൊണ്ടിരുന്ന വർഗീയ പ്രീണനം തന്നെയാണ്. മതരാഷ്ട്രവാദികൾ എന്ന് പച്ചയ്ക്ക് വിളിച്ചുകൊണ്ടിരുന്ന ജമാഅത്തെ ഇസ്ലാമിയെ അടക്കം പിന്നെ അതോടൊപ്പം തന്നെ SDP അടക്കം ചേർത്ത് നിർത്താനുള്ള ഒരു മതപരമായ ന്യൂനപക്ഷ പ്രീണനത്തിലേക്ക് പോവുകയാണ്. അതോടൊപ്പം തന്നെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന അടുത്ത ഘട്ടം എന്ന് വെച്ചാൽ എന്താണ്? ഇത് ഉയർത്തിക്കൊണ്ട് ശബരിമലയെ എങ്ങനെയെങ്കിലും പിടിച്ച് അവര് ശരിക്കും പറഞ്ഞാൽ അവർക്ക് ശരി ഇപ്പൊ ശബരിമല വിഷയം അങ്ങനെ നടന്നു എന്ന് തന്നെ വിചാരിച്ചോ, ഇവര് പ്രതിപക്ഷത്തിരിക്കുന്നവരല്ലേ, അവർക്ക് ചോദ്യം ചെയ്യാലോ, അവർക്ക് അതിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാലോ. ഇനി ഞാൻ അന്വേഷണം വേണം അന്വേഷിക്കാലോ, അവർക്ക് സ്വയം അന്വേഷിക്കാലോ. അതൊന്നും ചെയ്യാതെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രം പടച്ചു വിട്ടിട്ട് ഇതിങ്ങനെ ഇൻജെക്ട് ചെയ്യുന്ന പരിപാടി. കാരണം ഇപ്പൊ ഇത് തന്നെ ഒരു ചെറിയ കാര്യമായിട്ട് എടുക്കാം. നമുക്ക് ഈ ഒരു പാട്ട് തന്നെ
പാട്ടിലൂടെ ആകുമ്പോൾ ഇത് വേഗം ജനങ്ങളിലോട്ട് എത്തിക്കും, അതെ അതെ എത്താൻ പറ്റും. കാരണം കുറച്ച് ഈ പറയുന്ന ഒരു അവര് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ പാട്ട് പാടിയ ആ ആളുടെ പല ചാനലുകളിലും ബൈറ്റ് വന്നു. അപ്പൊ അതിനകത്ത് തന്നെ അവർ പറയുന്നുണ്ട് പാട്ടിലൂടെ ആകുമ്പോൾ ഇത് വേഗം ജനങ്ങളിലേക്ക് എത്തിക്കാന്ന്. അപ്പൊ അതാണ് അവരുടെ ഉദ്ദേശം. അതായത് ഒരു തെറ്റിദ്ധാരണയോ ശരിയായ ധാരണയോ അത് ജനങ്ങളുടെ ഉള്ളിൽ എത്തിക്കാൻ വേണ്ടി മാത്രമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് പ്രവർത്തിക്കാൻ വയ്യ. പക്ഷെ ഇങ്ങനെ ചില ഈ പറയുന്ന ഈ കുതന്ത്രങ്ങളിലൂടെ ഇങ്ങനെ ചെയ്യുമ്പോ അതവര് ഒരു പരിധിവരെ വിജയിച്ചിട്ടുമുണ്ട്. കാരണം 10 പേരിലോട്ട് ഇത് എത്തിയെങ്കിൽ അതിൽ 5 പേര് അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇല്ലേ, കേട്ടിട്ടുണ്ട്, മനസ്സിലാക്കി. പറഞ്ഞാലേ ഒന്നാമത് മണ്ഡലകാല സീസണാണ്, മണ്ഡലകാലമാണ് ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ മണ്ഡലകാലത്തിൽ എവിടെയാണെങ്കിലും നമ്മൾ മുഴുകി കേൾക്കുന്ന ഒരു പാട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാമി അയ്യപ്പോ എന്നുള്ള പാട്ടാണ് മിക്കപ്പോഴും എല്ലാവരുടെയും മനസ്സിലും. ഈ പറയുന്ന പോലെ വ്രതം പിടിച്ചാലും ഇല്ലെങ്കിലും ശരി, എല്ലാവരും ഒരു ദിവസമെങ്കിലും നമ്മൾ ഈ സ്വാമി അയ്യപ്പോ എന്ന് പറയുന്ന പാട്ട് നമ്മുടെ മനസ്സിലെങ്കിലും ഓർക്കും. പാടാൻ കഴിയില്ലെങ്കിലും പാടുന്നവരാണെങ്കിൽ പോലും നമ്മുടെ മനസ്സിൽ അത് വന്നു പോകും. കാര്യം നമ്മൾ കാണുന്നതല്ല. ഇപ്പൊ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ നമ്മൾ വണ്ടി ഓടിച്ച് വരുന്ന സമയത്ത് ഒരു അയ്യപ്പന്റെ വാഹനം നമ്മൾ കാണും, അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വാഹനം നമ്മൾ കാണും. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായിട്ടും ഈ ശബരിമല എന്ന് പറയുന്ന ഒരു വികാരം നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. നമ്മൾ സ്വാമി അയ്യപ്പോ എന്ന് പറഞ്ഞു പോകും. ആ സമയത്താണ് ഇതേ ട്യൂണിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വേറൊരു പാട്ട് നമ്മുടെ മൈൻഡിലേക്ക് വരികയാണ്. നാളെ നമ്മുടെ മനസ്സിലും ഇത് തന്നെ ആയിരിക്കും, പിന്നെ പോറ്റിയെ കേറ്റിയെ എന്ന് പറയുന്ന ആ സാധനമായിരിക്കും നമ്മുടെ മൈൻഡിലേക്ക് പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പിന്നെ ശരിക്കും പിന്നെ വിദ്യ പറഞ്ഞ പോലെ തന്നെ ഒരു ഇഞ്ചക്ട് ചെയ്യുന്നതിന് തുല്യമായ ഒരു സമീപനമാണ്. അപ്പം ഇവര് നാണം കെട്ട രീതിയിലാണ് വോട്ട് പിടിക്കുന്നത് എന്നുള്ളതാണ് UDF. മതം പറഞ്ഞുകൊണ്ട്, വർഗീയത പറഞ്ഞുകൊണ്ട്, അല്ലെ, ആ വർഗീയ ശക്തികളെ ഒരുമിച്ച് കയറ്റി നിർത്തിക്കൊണ്ട് ഈ പറയുന്ന പിന്നെ ഭൂരിപക്ഷ സമുദായത്തെ ഒപ്പം നിർത്താൻ വേണ്ടി ഇത്തരം കള്ള നാണയങ്ങൾ ഇറക്കിക്കൊണ്ട് യാഥാർത്ഥ്യങ്ങൾ ജനങ്ങളുടെ മുന്നിൽ നിന്ന് മറച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പൊ സ്വാഭാവികമായിട്ട് UDFന്റെ കാലഘട്ടത്തിൽ പോറ്റി അവിടെ വന്നു. ആ കാര്യം എല്ലാവരും മറന്നു. അപ്പൊ പോറ്റിയെ അവിടെ കൊണ്ടുവന്നത് CPM-കാരാണെന്നും LDF സർക്കാരാണെന്നും ഉള്ള ഒരു ഖ്യാതി അവിടെ ഉണ്ടാക്കി വെച്ചു. അപ്പൊ VD സതീശൻ തന്നെ ഇത് പിന്നെ കടകംപള്ളി സുരേന്ദ്രൻ സ്വർണം മോഷ്ടിച്ചു, അതിനുള്ള തെളിവുകൾ തന്റെ പക്കലുണ്ടെന്ന് പറഞ്ഞു. പിന്നെ കടകംപള്ളി സുരേന്ദ്രൻ മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്തു. എന്റെ തെളിവുണ്ട്, എനിക്ക് തെളിവ് സബ്മിറ്റ് ചെയ്താൽ പോലെ. അല്ലെങ്കിൽ ഇപ്പൊ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന SITയുടെ കയ്യിലേക്ക് ഇത് പിന്നെ മറിച്ചു വിറ്റു എന്ന് പറയുന്ന, സ്വർണ്ണക്കള്ളൻ എന്ന് വിളിക്കുന്ന മറിച്ചു വിറ്റു എന്ന് പറയുന്ന ഒരു തെളിവുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് VD സതീശൻ നേരെ SITയുടെ മുമ്പിൽ പോയി പറയാത്തത്? ഇവിടെ രമേശ് ചെന്നിത്തല കുറച്ചുകൂടെ മാന്യമായ സമീപനമാണ് കാണിച്ചത്. രമേശ് ചെന്നിത്തല ഏതോ ഒരു വ്യവസായി ഇങ്ങനെ പിന്നെ അവിടെ 500 കോടി രൂപയ്ക്ക് വെറും 472 ഗ്രാമേ ഉള്ളൂ. ഈ 472 ഗ്രാം സ്വർണം 500 കോടിക്ക് വിദേശത്ത് എവിടെയോ ആന്റിക് സാധനങ്ങൾ വിൽക്കുന്നിടത്ത് കച്ചവടത്തിന് വെച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ബോംബാദ്യം പൊട്ടിച്ചിട്ട് ഏറ്റവും അവസാനം ചോദിച്ചു, തെളിവുകളില്ല എന്റെ കയ്യിൽ, എന്നോട് ഇങ്ങനെ ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു വ്യവസായി എന്നോട് പറഞ്ഞ കാര്യമാണ് ഇത് എന്ന് രമേശ് ചെന്നിത്തല വളരെ എന്താ പറയാ ഡിപ്ലോമാറ്റിക് ആയിട്ട് ആ പ്രശ്നത്തിൽ നിന്ന് തടിയൂരി. എന്നിട്ട് ഏറ്റവും അവസാനം ആ വ്യവസായിയുടെ തലയിൽ ഇട്ട് കൊടുത്തു. ആ വ്യവസായി പിന്നെ വിദേശത്ത് മാത്രം വ്യവസായം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്, പുള്ളിയെ പലരും സമീപിച്ചിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം SITക്ക് മൊഴി കൊടുത്തിട്ടുണ്ട്. ആ രീതിയിലേക്ക്, ആ ഒരു ഫോർമാറ്റിലേക്ക് എന്താ കൊണ്ടുപോകാത്തത്? ആ VD സതീശൻ എന്തുകൊണ്ട് പിന്നെ ഇദ്ദേഹം കടകംപള്ളി സ്വർണം അടിച്ചു മാറ്റി വേറെ വ്യവസായിക്ക് വിറ്റെങ്കിൽ എന്തുകൊണ്ട് ആ വ്യവസായിയെ കൊണ്ടുവന്ന് പറഞ്ഞുകൂടാ? ഇന്ന ആൾക്ക് പിന്നെ കടകംപള്ളി സുരേന്ദ്രൻ വിറ്റു കൊണ്ടുവന്ന് വെച്ചാൽ 10 ലക്ഷം രൂപയിൽ ഒഴിഞ്ഞു മാറി നിൽക്കാമല്ലോ. 10 ലക്ഷം രൂപയാണ് മാനനഷ്ട കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് ഈ കടകംപള്ളി സുരേന്ദ്രൻ. അപ്പൊ VD സതീശൻ അതിൽ നിന്ന് മാറി നിൽക്കാമല്ലോ. അപ്പൊ അതും ചെയ്യുന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം ഇങ്ങനെ ഒരു പ്രതീതി വരും 4 മാസങ്ങളിലേക്ക് ഇതിനെ കൊണ്ടുപോവുക. ഈ എങ്ങനെയെങ്കിലും സ്വർണ്ണക്കടത്ത് ഇങ്ങനെ സ്വർണ്ണക്കൊള്ള ഇതിങ്ങനെ കേരളത്തിന്റെ അന്തരീക്ഷത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പ് വരെ ഇങ്ങനെ കത്തിച്ചു നിർത്തുക, അല്ലാതെ വേറൊന്നും കത്തിച്ചു നിർത്താൻ പറ്റുന്നില്ല. അത് UDFനെ സംബന്ധിച്ചിടത്തോളം ഒരു സംഘടനാപരമായതോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ രാഷ്ട്രീയമായ ഒരു ദൗർബല്യമാണ്. അവരെ കൊണ്ട് മതത്തെയും രാഷ്ട്രീയത്തെയും കൂട്ടിക്കെട്ടുക. അത് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. മതത്തെയും രാഷ്ട്രീയത്തെയും കൂട്ടിക്കെട്ടിക്കൊണ്ടുള്ള ഒരു നീക്കുപോക്ക് എല്ലാ കാലവും ഉണ്ടായിട്ടുണ്ട്. അത് പക്ഷെ ഇവിടെ ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പൊ ഇവിടെ ഈ UDF ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന മതവും രാഷ്ട്രീയവും കൂടെ കൂട്ടിക്കെട്ടി. ഇത് LDF ഇത് ചെയ്തിട്ടില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ അവർക്ക് വേണമെങ്കിൽ അവർക്കെതിരെ നടപടി എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ VD സതീശൻ എടുത്ത ഒരു നിലപാടാണല്ലോ സതീശനെ ഇപ്പം വലിയ ഇമേജിൽ കൊണ്ടു നിർത്തിയേക്കുന്നത്. അന്ന് LDF ഇതുപോലെ മതവുമായിട്ട് കുറച്ചുകൂടെ കൂട്ടിക്കലർത്തായിരുന്നെങ്കിൽ അവരും ഞങ്ങൾ നടപടി എടുത്തിട്ടുണ്ട്, അപ്പൊ ഞങ്ങൾക്ക് വോട്ട് ആയോ എന്ന് അവർക്ക് വേണേ പറയാമായിരുന്നു. അവർ അന്വേഷണത്തിന്റെ പാതയിൽ തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എവിടെ അന്വേഷണം നടക്കുന്നു അതിനിടയിൽ ഒന്നും തിരികാൻ ചെല്ലാതെ അന്വേഷണത്തിന്റെ പാതയിൽ തന്നെ വിട്ടുകൊണ്ടാണ് LDF ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോഴും മതവും രാഷ്ട്രീയവും രണ്ടും രണ്ടായിട്ട് കാണാതെ രണ്ടിനെയും കൂട്ടിക്കലർത്തി ഇങ്ങനെ വെറുതെ ഇഷ്യൂസ് ഉണ്ടാക്കുകയാണ്. ചെറിയൊരു നിസ്സാര കാര്യത്തിന് വലിയ ഇഷ്യൂ ഒക്കെ, എന്നിട്ട് അത് അവര് ചെയ്യുന്നത് പോരാഞ്ഞിട്ട് അത് LDFന്റെ തലയിൽ വെക്കുകയും കൂടെ ചെയ്യാണ്. ഇതിൽ ഇപ്പൊ ഞാൻ പലപ്പോഴും ജനങ്ങൾ മനസ്സിലാക്കേണ്ട ചില സംശയമുണ്ട്. സംസ്ഥാന സർക്കാരാണ് അന്വേഷണത്തിന് യാതൊരു തടസ്സവുമില്ല എന്ന് പറയുന്നത്.
അന്ന് VN വാസവൻ, അതായത് ദേവസ്വം വകുപ്പ് മന്ത്രിയും പറഞ്ഞു, PS പ്രശാന്ത് പറഞ്ഞു, ഇവരെല്ലാം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, മുഖ്യമന്ത്രിയും പറഞ്ഞു, അന്വേഷണം വളരെ കൈകടത്തലില്ലാതെ വളരെ കൃത്യമായി ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കട്ടെ, ആ അന്വേഷണത്തെ പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നു എന്ന് മുഖ്യമന്ത്രിയും ഈ പറയുന്ന ദേവസ്വം ബോർഡ് മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും പറഞ്ഞു. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു നിലപാട് വന്നത്? മുഖ്യമന്ത്രി ഒന്ന് ആലോചിച്ച് നോക്കൂ, തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ ഈ അന്വേഷണം കൊണ്ട് ചൂടുപിടിക്കുകയും എന്തായാലും ഹൈക്കോടതിക്ക് റിപ്പോർട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒരു അന്വേഷണം ചൂടുപിടിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ തന്നിലേക്ക് അന്വേഷണം, അതായത് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയിലേക്ക് അന്വേഷണം നീണ്ടുവരാൻ സാധ്യതയുണ്ടെന്നും അത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ പ്രതികൂലമായി ബാധിക്കുമെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു പൊട്ടനല്ല പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി. ഒരു സംസ്ഥാന സെക്രട്ടറിയിൽ നിന്നും കേരളത്തിന്റെ 2 തവണയായി മുഖ്യമന്ത്രിയാകാൻ ശേഷിയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചെല്ലാം വളരെ വ്യക്തമായി മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അദ്ദേഹം ഇങ്ങനെ നിൽക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഏതൊരു അന്വേഷണം വന്നാലും ഞാൻ സധൈര്യം നേരിടുമെന്ന് പറയാൻ ചങ്കുറപ്പുള്ള ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നോ നമ്മുടെ കേരളത്തില്? ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ? ഇതുവരെ ഏതെങ്കിലും ഒരു അന്വേഷണത്തിനെ ഞാൻ നിഷേധിക്കുന്നു, അന്വേഷണത്തിനോട് എനിക്ക് താല്പര്യമില്ല, ഞാൻ വിമുഖത കാണിക്കുന്നു, ഞാൻ മുഖം തിരിഞ്ഞു നിൽക്കുന്നു എന്ന് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പിണറായി വിജയൻ പറഞ്ഞായിട്ട് നമുക്കറിയോ? അങ്ങനെ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഏതൊരു അന്വേഷണം വന്നാലും സ്വാഗതം ചെയ്യുകയാണ്. ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ BJP-ക്കാർക്കൊന്നും പറയാനില്ലേ? അതായത് ഒരു പാട്ടിനെ എടുത്ത് ഇങ്ങനെ വക്രീകരിച്ചിട്ട് പോലും ഒന്നും ഒരു വാക്ക് പോലും എവിടെ ആരും പ്രതികരിച്ചു. BJP-ക്ക് ഇതിന് കിട്ടുന്ന എന്താ ഗുണമല്ലേ? BJP-ക്ക് ഇതിന് ഗുണമല്ലേ കിട്ടുന്നത്? അതായത് 10 പൈസ ചെലവില്ലാതെ UDF-ന്റെ കെയർ ഓഫ് ഇടത് സർക്കാരിനെ ഒതുക്കാം. ഇതാണ് ശരിക്കും ഇതിനകത്തിലെ പൊളിറ്റിക്സ്. അതാ കഴിഞ്ഞ ദിവസം ഒരു ബാർബറി മസ്ജിദ് പള്ളി പച്ച തുണി കണ്ടെന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കിയ ആളാണ് ശശികല. അപ്പൊ പിന്നെ ഇപ്പൊ ഈ പാട്ടിനെ ഇങ്ങനെ വക്രീകരിച്ചത് കൊണ്ട് ആർക്കും ഒന്നും ചെയ്യാനില്ലേന്ന്. അതാ ഞാൻ പറഞ്ഞത്, ഈ വക്രീകരിച്ചു കഴിഞ്ഞപ്പോ ആർക്കാ ഗുണം? ഇതിന്റെ ഗുണഭോക്താക്കൾ 2 പേരാണ്. ഈ പാട്ട് ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറയുന്നില്ല, ഗുണഭോക്താക്കൾ 2 പേരാ. ഈ പാട്ട് ഇറക്കുന്നതുകൊണ്ട് LDF എന്ന് പറയുന്ന ഒരു നാശം സംഭവിക്കും. LDF എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ കക്ഷി ഇവിടെ അല്ലെങ്കിൽ മുന്നണി ഇവിടെ നാശത്തിലേക്ക് പോയി കഴിഞ്ഞാൽ മോശക്കാരായി ജനങ്ങൾക്കിടയിൽ ഇവർക്കെതിരായ ഒരു പ്രശ്നം ഉണ്ടായി. ഇതിന്റെ ഗുണം കിട്ടുന്ന ആർക്കൊക്കെയാണ്? ഈ പറയുന്ന UDF-നും NDA-ക്കും അല്ലെങ്കിൽ BJP-ക്കും ഗുണം കിട്ടും. അപ്പൊ UDF ഇറക്കി കഴിഞ്ഞാൽ എന്തിനാ ഞങ്ങൾ മിണ്ടുന്നത്? ഞങ്ങളുടെ കൂടെ അജണ്ട ആയിരുന്നല്ലോ ഇവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നടപ്പിലാക്കിയതുപോലെ തിരുവനന്തപുരത്ത് ഈ പറയുന്ന പോലെ 10-25 വാർഡുകൾ വിട്ടുകൊടുത്തു. പലയിടങ്ങളിലും വലിയ K. മുരളീധരൻ എന്ന് പറയുന്ന കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ വിശാരദൻ K. മുരളീധരൻ അവിടെ വന്ന് ചെയ്തിട്ട് തിരുവനന്തപുരത്ത് വന്ന് ചെയ്തിട്ട് എന്താ സംഭവിച്ചത്? 40 ഇടത്താണ് 40 എടുത്ത് 3-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു പോയ ഒരു മുന്നണിയാണ് UDF. എന്തുകൊണ്ട് സംഭവിച്ചു? ശരിക്കും അക്ഷരാർത്ഥത്തിൽ ശരിയായ രീതിയിൽ വോട്ട് വീണിരുന്നെങ്കിൽ LDF ഭരിക്കേണ്ട കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. അവിടെ എന്തുകൊണ്ട് 3-ാം സ്ഥാനത്തേക്ക് UDF പോയി? വലിയ തമ്പുരാനെയാണല്ലോ കൊണ്ടുവന്നത്, കെട്ടിയെഴുന്നള്ളിച്ച് കൊണ്ടുവന്ന ആരെ? K. മുരളീധരനെ. ആ K. മുരളീധരനെ കെട്ടിയെഴുന്നള്ളിച്ച് കൊണ്ടുവന്നിട്ട് 41 ഇടത്തേക്ക് എങ്ങനെയാണ് പോയത്? വോട്ട് മറിച്ചു. 29 എന്ന് പറയാം. ഇപ്പോഴും CPM ആണല്ലോ 2-ാം സ്ഥാനത്ത് ഇരിക്കുന്നത് 29 സീറ്റുകളുമായിട്ട്. 9 സീറ്റ് മാത്രമാണല്ലോ ഇത്തവണ അവർക്ക് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞത്. ഞങ്ങൾ ഈ കോർപ്പറേഷൻ പിടിക്കും എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് എത്തിയ UDF ഇത്തവണ 19 എണ്ണത്തിന് ഒതുങ്ങി. എന്തുകൊണ്ട് സംഭവിച്ചു ഇങ്ങനെ? പച്ചയ്ക്ക് അവിടെ അവർ തമ്മിലുള്ള കൈകോർക്കലല്ലേ നടന്നത്? UDF-ഉം BJP-യും തമ്മിൽ ഇപ്പൊ അവർക്ക് പരസ്യമായി പിന്തുണയ്ക്കാൻ കഴിയുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ അവർ 2 പേരുടെ അവിടെ തൂക്ക സഭ ഉണ്ടാക്കിയേനെ. അവർ 2 പേരുടെ BJP-ക്ക് രാജീവ് ചന്ദ്രശേഖറിന് ഇതില്ല, അതുകൊണ്ട് ഭൂരിപക്ഷം ഇല്ല, അതുകൊണ്ട് നമ്മളോട് സഹകരിക്കേണ്ടി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവിടെ 2 പേരുടെ ഭരിച്ചേനെ. ടേം വ്യവസ്ഥ വെച്ച് UDF കൂടിച്ചേർന്നേനെ. കേരളത്തിലെ ജനങ്ങളെ ഫേസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് മിണ്ടായിരിക്കുന്നത്. അതുണ്ടായിരുന്നെങ്കിൽ അവര് UDF പിന്തുണ പ്രഖ്യാപിച്ചേനെ BJP-ക്ക്. അത്രയ്ക്ക് നാണം കെട്ട പാർട്ടിയാണ് UDF. അപ്പൊ ഈ കാര്യത്തിൽ അവരുടെ ഒരു സൈലന്റ് ആയിട്ടുള്ള സപ്പോർട്ട് ഉണ്ട്. പിന്നല്ലാതെ അവർ അതുകൊണ്ടല്ലേ ഈ സൈലന്റ് ആയിട്ട് അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ ഈ ശശികല എന്ന് പറയുന്ന വിഷവിജന്തു മിണ്ടായിരിക്കൂ? അവരിപ്പം ആഞ്ഞു കൊത്തത്തില്ലേ? ഈ സമൂഹത്തിൽ വന്നു കിടന്ന ആഞ്ഞു കൊത്തത്തില്ലേ? സ്വാഭാവികമായിട്ട് ചിന്തിച്ചു നോക്കിയാൽ മതി. ഇവർ വേറെ കുമ്മന രാജശേഖരൻ ഒരു അക്ഷരം പോലും മിണ്ടിയില്ലല്ലോ. പുള്ളി അയ്യപ്പ സേവാ സംഘവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഹിന്ദു ഐക്യവേദിയായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനാണ്. ആർക്കും മിണ്ടാട്ടമില്ല. ഒരു BJP-ക്കാരൻ K. സുരേന്ദ്രൻ എന്താ മിണ്ടായിരിക്കുന്നത്? പോട്ടെ, എന്തിനും ഏതിനും വായിട്ടലക്കുന്ന ശോഭാ സുരേന്ദ്രൻ ഒരു അക്ഷരം മിണ്ടിട്ടില്ലല്ലോ. അപ്പൊ ആരും ഇതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. കാര്യം ഇതിന്റെ ഈ ഒരു പാട്ടിറങ്ങി എന്റെ ഗുണഭോക്താക്കൾ അക്ഷരാർത്ഥത്തിൽ UDF-ഉം BJP-യും തന്നെയാണ്. അതുകൊണ്ട് ഇവരാരും മിണ്ടത്തില്ല. സ്വാഭാവികമാണ്. കാര്യം ഇത് എങ്ങനെയെങ്കിലും അടുത്ത തെരഞ്ഞെടുപ്പ് കാലം വരെ ഇനിയിപ്പം BJP-ക്കാർ ഇതിനെ കൊണ്ടു നടക്കും. ഇതിന്റെ ആദ്യത്തെ 2-3 വരി എടുത്തിട്ട് BJP-ക്കാർ കൊണ്ടു നടക്കും.
അപ്പൊ ഇവർക്ക് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു പാട്ടായത്. UDF-ന്റെ ചെലവില് പിന്നെ BJP-ക്ക് ഇവിടെ പാട്ട് കിട്ടി എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. ചന്ദനം ചാരിയാൽ ചന്ദനം ഉണക്കും, അതെ. ചാണകം ചാരി അതുപോലെ അത് തന്നെ, ചാണകം ചാരി നിൽപ്പുണ്ട്. ചാരി നിൽക്കുന്ന അവസ്ഥയാ. അതാണ് കേരളത്തിന്റെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി. അതായത് ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ എങ്ങനെയെങ്കിലും ഈ പാട്ടിനെ പൊതുസജീവമായി ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോരുക എന്നുള്ളതാണ് ഒരു ലക്ഷ്യം വെക്കുന്നത്. വസ്തുതകൾ മറ്റൊന്നാണ് എന്നിരിക്കലും. അപ്പം കേരളത്തിന് വേണ്ടി ഒന്നും ചെയ്തു തരാൻ കഴിഞ്ഞിട്ടില്ല. കേരളത്തിൽ ഈ പശു വിട്ട് പുല്ല് അല്ല പട്ടി വിട്ട് പുല്ല് തിന്നത്തുമില്ല. ഈ ഇതിൽ കിട്ടിയ എരുത്തിൽ കിട്ടിയ ഇതന്നെ തൊഴുത്തി കിട്ടിയ നായയുടെ അവസ്ഥയാണ്. അതായത് പശുവിനെ കൊണ്ട് പുല്ല് തീറ്റിക്കത്തുമില്ല, നായിട്ട് പുല്ല് തിന്നത്തുമില്ല എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. സർക്കാരിനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യുകയോ ഇല്ല, അവിടെ കിടന്ന് ഇടങ്കോലുണ്ട്. എന്നാൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്ത് ഇവിടെ കാണിച്ചു തരുമോ അതുമില്ല. അതാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിന്റെ ഒരു അവസ്ഥ. അത് മൊത്തത്തിൽ നോക്കിക്കഴിയുമ്പോൾ ഇവർക്ക് പറയാനുള്ളത് ആകെപ്പാടുള്ളത് ഈ പറയുന്ന വർഗീയ കാർഡ് മാത്രമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം.